മലയാള സിനിമകൾക്ക് ഒട്ടനവധി കണ്ടന്റുകൾ തന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല. അതിനേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ലോക എന്ന സിനിമ. പണ്ട് എന്നോ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ യക്ഷിയും മാടനും മറുതിയും ചാത്തനും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിഗ് സ്ക്രീനിൽ എല്ലാവിധ സാങ്കേതിക വിദ്യയോടുകൂടി മികച്ച ദൃശ്യാനുഭവത്തിൽ വീണ്ടും നമുക്ക് മുന്നിലെത്തുകയാണ്. പുളിയന്നൂർ പെരുന്തച്ഛനും കായംകുളം കൊച്ചുണ്ണിയും ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റിയും ചാത്തനും ഇപ്പൊ ഇതാ ലോകയിലെ കള്ളിയങ്കാട്ട് നീലിയിൽ എത്തി നിൽക്കുന്നു കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഐതിഹ്യമാല മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചതാണ്. ലോക എന്ന സിനിമ കണ്ട ഓരോ മലയാളികൾക്കും ഒരു മാർവൽ സീരീസ് കണ്ട അല്ല മാർവൽ സിനിമ കണ്ട പ്രതീതി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കയ്യടി അറിയിക്കുന്നത് ഇത്രയും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് തന്ന അതിന് പുറകിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരാണ്. നമ്മൾ വായിച്ചറിഞ്ഞതും കണ്ടതും കേട്ടതും മുത്തശ്ശി കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതൊക്കെ ആയിട്ടുള്ള ചാത്തനും മാടനും മറുതയും ഇത്തരം സങ്കല്പങ്ങളെ ആധുനിക സിനിമ ആസ്വാദനത്തിനായി പൊളിച്ചെഴുതുകയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ യക്ഷിയെയും ചാത്തനെയും കുറിച്ചാണ്. കുട്ടിച്ചാത്തൻ എന്ന പേര് ഒരു ഉത്തര മലബാറുകാരൻ കേൾക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തെയ്യവും തെയ്യ സങ്കല്പങ്ങളുമാണ്. വടക്കൻ മലബാറിലെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് കാളകെട്ട് ഇല്ലത്തെ നമ്പൂതിരി ദമ്പതിമാർ ദത്തെടുത്ത പുത്രനായിരുന്നു ചാത്തൻ. ചാത്തൻ ചെറുപ്പം മുതലേ വികൃതിയും എന്നാൽ ചില അത്ഭുത വിദ്യകളുമുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാൽ നമ്പൂതിരി കുടുംബത്തിന് ചേരാത്ത ചില വികൃതിയും വിദ്യയും ചാത്തന്റെ പക്കലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കാളയെ കൊന്ന് രക്തം കുടിക്കുന്ന കാഴ്ചയാണ് അച്ഛൻ നമ്പൂതിരി കാണാനിടയായത്. ഉടനെ തന്നെ നമ്പൂതിരി ചാത്തനെ ശിക്ഷിച്ചു. ദേഷ്യം വന്ന ചാത്തൻ നമ്പൂതിരിയുടെ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. അരിശം വന്ന നമ്പൂതിരി ചാത്തനെ ക്രൂരമായി ശിക്ഷിക്കുകയും 32 കഷ്ണങ്ങളായി വെട്ടിനുറുക്കി ഹോമകുണ്ടത്തിൽ എറിയുകയും ചെയ്തു. പിന്നീട് ഹോമകുണ്ടത്തിൽ നിന്ന് ശരീരഭാഗങ്ങൾ ചുറ്റിലും ചിതറിത്തെറിച്ച 32 ശരീരഭാഗങ്ങൾ 32 ചാത്തന്മാരായി ഉടലെടുത്തു. ഈ 32 ചാത്തന്മാരും 32 സ്വഭാവമുള്ളവരായിരുന്നു. അതിൽ ഒരു ചാത്തന്റെ കഥയാണ് നമ്മൾ ബ്രഹ്മയുഗത്തിൽ കണ്ടത്. മന്ത്രവാദത്തിലൂടെയും താന്ത്രിക വിദ്യയിലൂടെയും ചാത്തന്മാരെ അടിമകളാക്കി വെക്കുന്ന മന്ത്രവാദികളെയും പിന്നീട് അവരോട് തന്നെ പ്രതികാരം ചെയ്യുന്ന ചാത്തന്മാരെയും കാണിച്ചു തരുന്നത് ഐതിഹ്യമാലയാണ്. കാന്താരയും കൽക്കിയും പോലുള്ള വൺ ബജറ്റ് സിനിമകൾ കേരളത്തിന് പുറത്തിറങ്ങുമ്പോൾ തെയ്യ സങ്കല്പങ്ങളിൽ നിന്നും മിത്തുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളത്തിൽ സിനിമകൾ ഇറങ്ങുന്നതും വിജയമാകുന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.